ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു സെക്രട്ടേറിയൽ സ്കോളർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു സെക്ഷൻ 5നെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് സെക്ഷൻ 5? ഇറ്റ്സ് ഈസ് അബൌട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ് നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ ചാർട്ടേഡ് ഡോക്യുമെന്റ്സിൽ ഒരെണ്ണമാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യത്തേതായിരുന്നു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ ഗവൺമെന്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഗവേണൻസ് സ്ട്രക്ചർ നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു, അത് കുറച്ച് ടേബിൾസ് ഉണ്ട്. ആ ടേബിൾസിന്റെ ഫോർമാറ്റിലായിരിക്കും നമ്മളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ഫ്രെയിം ചെയ്യുക. അത് ഓരോ കമ്പനി ടൈപ്പ് അനുസരിച്ച് ഈ ടേബിൾസ് ആപ്ലിക്കബിൾ ആകുന്ന ടേബിൾസ് നമുക്ക് വ്യത്യസ്തമായിരിക്കും. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ? എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കണ്ടീഷനേക്കാൾ കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആർട്ടിക്കിൾസിൽ നമ്മൾ കയറ്റുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു പ്രൊവിഷനാണ് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ എന്ന് പറയുക. ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് എൻട്രൻച്ച്മെന്റ് പ്രൊവിഷൻ ആർട്ടിക്കിൾസിനകത്ത് കൊണ്ടുവരാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ ഫോർമേഷൻ്റെ ടൈമിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് അമെൻഡ് ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ എല്ലാ മെമ്പേഴ്സിനെ കൺസേൺഡോടെ, ഇല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിലോ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എൻട്രൻച്ച്മെന്റ് ക്ലോസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കേസ്. ആൻഡ് ദെയറാഫ്റ്റർ നമ്മൾ പഠിച്ചു ഈ പ്രൊവിഷൻസ് നമ്മൾ എക്സാക്ട് ഫോർമാറ്റിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. ഓൾട്ടർ ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കുക കമ്പനീസ് ആക്ടിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 6 സേസ് ദാറ്റ് ആക്ട് ടു ഓവർറൈഡ് ഈച്ച് ആൻഡ് എവറിത്തിങ്. അതായത് മെമ്മോറാണ്ടം ആണെങ്കിൽ മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ആണെങ്കിൽ ആർട്ടിക്കിൾസ്. ഇനി കമ്പനിയിൽ ഏതെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ ആ റെസൊല്യൂഷനെയും നമ്മുടെ കമ്പനീസ് ആക്ട് എന്ത് ചെയ്യും? ഓവർറൈഡ് ചെയ്യും. ഓവർറൈഡ് ചെയ്യുക മീൻസ് വേറൊന്നുമില്ല, അതായത് ആക്ടിനകത്ത് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് എതിരായിട്ട് എന്തെങ്കിലും കാര്യം മെമ്മോറാണ്ടത്തിലോ ഇല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലോ അതുമല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ഇത് റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു തീരുമാനം എടുക്കുകയാണ് ആൻഡ് ദാറ്റ് ഡിസിഷൻ ഈസ് ഇൻ വയലേഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 എങ്കിൽ എന്തായിരിക്കുമെന്നാണ് സെക്ഷൻ 6 പറയുന്നത്? ആ തീരുമാനത്തിന് വാലിഡിറ്റി ഉണ്ടാവത്തില്ല. ഇറ്റ് വിൽ ബി വോയിഡ്. കമ്പനീസ് ആക്ട് ആയിരിക്കും എല്ലാത്തിനും മുകളിൽ നിൽക്കുക എന്നാണ് സെക്ഷൻ 6 പറയുന്നത്. ആൻഡ് ദെയറാഫ്റ്റർ മൂവിങ് ഓൺ ടു സെക്ഷൻ 7. സെക്ഷൻ 6ഉം സെക്ഷൻ 7ഉം മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ. ആൻഡ് ദെയറാഫ്റ്റർ നമുക്ക് നാളെ തൊട്ട് സെക്ഷൻ 8ലേക്ക് ജമ്പ് ചെയ്യാം. സെക്ഷൻ 7 സേസ് അബൌട്ട് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. അതിനകത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് പോകേണ്ടതുള്ളൂ. സെക്ഷൻ 6 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓവർറൈഡ് ചെയ്യുമെന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ. സെക്ഷൻ 7ലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. സെക്ഷൻ 3 നമ്മൾ എന്താ പഠിച്ചത്? ഫോർമേഷൻ ഓഫ് കമ്പനി. ഫോർമേഷൻ ഓഫ് കമ്പനി നമ്മൾ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ പഠിച്ചിരുന്നോ? ഇല്ല, ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഒന്നും പഠിച്ചില്ല. നമ്മൾ എത്ര ടൈപ്പ് കമ്പനീസാണ് മെയിനായിട്ട് വരിക, അതിനകത്ത് എത്ര മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, മിനിമം സ്റ്റാറ്റ്യൂട്ടറി റിക്വയർഡ് ആയിട്ടുള്ള ലിമിറ്റ് എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. ഓക്കെ, ലെറ്റ്സ് സീ. ഇതിനകത്ത് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇതിനകത്ത് ചില കാര്യങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. തിയററ്റിക്കലി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഇൻകോർപ്പറേഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. വൺ ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, നമ്മുടെ ചാർട്ടർ ഡോക്യുമെന്റ്സ്. ദെയറാഫ്റ്റർ ഡിക്ലറേഷൻ ബൈ പ്രൊഫഷണൽ, അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്രൊഫഷണൽ ആ പ്രോസസ്സ് സർട്ടിഫൈ ചെയ്യും. അതായത് നമ്മുടെ ഇൻകോർപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സകല നിയമങ്ങളെല്ലാം കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തികൾ എന്ത് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യുന്നതാണ്. ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിക്ലറേഷൻ ബൈ സബ്സ്ക്രൈബേഴ്സ്, അവർ വേറെ ഒരു ഒഫൻസിൽ എന്താ പറയുക, അവർക്കെതിരെ പ്രത്യേകിച്ച് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല, അവർ ഒരു ആക്ടും വയലേറ്റ് ചെയ്തിട്ടില്ല, അവർ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എല്ലാം തന്നെ ട്രൂ ആൻഡ് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ്. അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ് വേറെ ഒന്നുമില്ല, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അതിൻ്റെ ഫുൾ ഡോക്യുമെൻ്ററി പ്രൂഫ്, റെൻറ്റ് എഗ്രിമെൻ്റ് ആണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ്, യൂട്ടിലിറ്റി ബില്ലാണെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത യൂട്ടിലിറ്റി ബില്ല്, ടാക്സ് റെസീപ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് പ്രമിസസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. സപ്പോസ് നമ്മൾ ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് നമുക്ക് ആയിട്ടില്ല എന്ന് വിചാരിക്കുക, നമുക്കൊരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് താൽക്കാലികമായി കൊടുക്കാം.
അന്നേരം നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്രൂഫ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഈ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ഈ പറയുന്നതെല്ലാം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദെയർ ആഫ്റ്റർ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. ഡെഫിനറ്റ്ലി ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്, അതിനകത്തേക്ക് അതിൻ്റെ മെമ്മോറാണ്ടത്തിൽ ആരാണ് അവർ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അവരുടെ എല്ലാവരുടെയും പേര്, അഡ്രസ്സ്, അതുപോലെ അവരുടെ ഒക്യുപ്പേഷൻ, അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകൾ എല്ലാം തന്നെ ഇൻക്ലൂഡിങ് അവരുടെ നാഷണാലിറ്റി എല്ലാം തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഡെഫിനറ്റ്ലി ഇൻ അഡീഷൻ ടു ദാറ്റ് ഇഫ് സബ്സ്ക്രൈബേഴ്സും ഡയറക്ടേഴ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ ആരൊക്കെയാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കേസിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ കേസിലൊക്കെ നമുക്ക് ഒരു കാര്യം കൂടി അഡീഷണലി കൊടുക്കേണ്ടി വരും. അതായത് ഇവർക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ അല്ലെങ്കിൽ എൻറ്റിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ. ഇൻട്രസ്റ്റ് മീൻസ് അത് ഷെയർ ഹോൾഡിംഗ് വഴിയായിരിക്കാം, ഇല്ലെങ്കിൽ ആ വ്യക്തികൾ വേറെ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ ഈ ഡിക്ലറേഷൻസ് എല്ലാം തന്നെ അസ് ഓഫ് നൗ ഈ ഫോർമാറ്റിലാണ് ബേസിക്കലി പോവുക. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട് അവരുടെ സിഗ്നേച്ചർ, ഫിസിക്കൽ സിഗ്നേച്ചർ വെച്ചിട്ട് തന്നെ. അസ് ഓഫ് നൗ നമുക്കിതെല്ലാം ഇലക്ട്രോണിക്കലി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ചെക്ക് ബോക്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പോവുക, ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ച് നമ്മൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കാം. അഡീഷണലി നമ്മൾ സബ്മിറ്റ് ചെയ്യണ സ്കാൻഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ID പ്രൂഫുകൾ, ഡിൻ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ, ഡിൻ എന്താണെന്ന് പഠിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. നമുക്ക് എന്തായാലും മുൻപോട്ട് പോകുമ്പോഴാണ് ഡിന്നിനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുക. ഡയറക്ടേഴ്സിന് കമ്പൾസറി ആയിട്ട് വേണ്ട ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ഡിൻ എന്ന് പറയുന്നത്, ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയും. ഇത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണും. അപ്പോൾ ഡിൻ ഇല്ലാത്ത എല്ലാ വ്യക്തികൾക്കും തന്നെ നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആധാർ, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ട് ആണെങ്കിൽ പാസ്പോർട്ട്, അതായത് അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ ഫോട്ടോയും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇൻ അഡീഷൻ ചെയ്ത് ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രോണിക്കാണ്. ഈവൻ MOA AOA ഉൾപ്പെടെ ഈ ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുക, ഈ MOA ആൻഡ് ഈ AOA. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ആൻഡ് മൂവിങ് ഫോർവേഡ് നമുക്ക് കാണാൻ പറ്റും സബ്സെക്ഷൻ 5 and 6 ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രൊഫഷണൽ സിലബസിലേക്ക് പോലും ആവശ്യം വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. ഒരു പെനാൽറ്റി പ്രൊവിഷനാണ് ബേസിക്കലി. നമുക്ക് എന്താണ് നോക്കാം. Section 5 says, subsection 5 says that where the articles contain provisions for entrenchment, section 5 ലേക്കാണ് പോയത്. section 7 subsection 5 നോക്കാം. subsection 5 says that if any person furnishes any false or incorrect particulars of any information or suppresses any material information of which is aware in any of the documents filed with the registrar in relation to the registration of a company, he shall be liable for action under section 447. ഇവിടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. സെക്ഷൻ 447ലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. സെക്ഷൻ 447 എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വാക്കാണ് ഫ്രോഡ്. നമ്മുടെ കമ്പനീസ് ആയിട്ട് തന്നെ ഏറ്റവും ഒരു വലിയ ഒരു പെനാൽറ്റി ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് ആണ് സെക്ഷൻ 447 വഴി കൊടുക്കുന്നത്. 447 ഫ്രോഡിനന്റ് ആക്ടിവിറ്റീസിനെ പണിഷ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് 447. ഇത് പല ഏരിയാസിൽ നിങ്ങൾ കാണും. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യമായിട്ട് 447 ആദ്യമായിട്ട് കാണും. 447 എന്താണ് അസ് ഓഫ് നൗ നമ്മൾ പഠിക്കുന്നില്ല. അതിനകത്ത് ഒരു പെനാൽറ്റി പ്രൊവിഷൻ ആണ്. ആ പെനാൽറ്റി പ്രൊവിഷൻ കാണാൻ പഠിച്ചാൽ മതിയാവും. നമ്മൾ നേരം പഠിക്കാൻ നേരത്തെ എന്തെങ്കിലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം അറിഞ്ഞു വെച്ചേക്കുക, ഈ ഇൻകോർപ്പറേഷൻ ടൈമിൽ നിങ്ങൾ തെറ്റായ ഇൻഫോർമേഷൻ നിങ്ങൾ കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ മെറ്റീരിയൽ ഇൻഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്രസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യപ്പെടും? നിങ്ങൾ 447 പ്രകാരം പണിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് if it is proved so. Now subsection 6 says that without prejudice to the provisions of subsection 5, where at any time after the incorporation of the company it is proved that the company has been got incorporated by furnishing any false or incorrect information or representation or by suppressing any material fact or information in any of the documents or declaration filed for incorporating such company, the promoters, persons named as first directors of the company and the persons making declaration under clause B of subsection 1 shall be liable for action under 447. അപ്പോൾ ഇതിൽ പറയുന്ന ഈ 447 അപ്ലൈ ആവുന്ന നമ്മൾ നേരത്തെ കണ്ടു. ഇത് ആർക്കൊക്കെ മേലെ അപ്ലൈ ആവുന്ന നമ്മൾ പറയുന്നത് ഡെഫിനറ്റ്ലി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് മേലെ ആപ്ലിക്കബിൾ ആവും 447. 447 ഇംപ്രസൺമെന്റ് ആസ് വെൽ ആസ് മോണിറ്ററി പെനാൽറ്റി വരുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് ആപ്ലിക്കബിൾ. അങ്ങനെ ഇൻ അഡീഷൻ ടു ദാറ്റ് മെയിനായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, ഇത് സർട്ടിഫൈ ചെയ്യുന്ന പ്രൊഫഷണലിന് ഉൾപ്പെടെ ഇത് ആപ്ലിക്കബിൾ ആകും എന്നുള്ളതാണ് 447 സെക്ഷൻ. എന്താണ് 447 സെക്ഷൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ അതിനകത്ത് ഇംപ്രിസൺമെന്റ്, അതായത് ജയിൽവാസവും അതുപോലെ തന്നെ
മോണിറ്ററി പെനാൽറ്റിയും കൂടി വരുന്ന ഒരു സെക്ഷനാണ് 447 എന്ന് പറഞ്ഞത്. സോ എനിവേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇൻ അഡീഷൻ ടു ദാറ്റ് സബ്സെക്ഷൻ 7 പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നമ്മുടെ കമ്പനി ഫോം ചെയ്യപ്പെട്ടത് ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ അതിനോടനുബന്ധമായി പ്രവർത്തിച്ച വ്യക്തികൾ ഫ്രോഡുലന്റ്ലി ആണ് ആക്ട് ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ട്രിബ്യൂണലിന് ചില ആക്ഷൻസ് എടുക്കാം. എന്തൊക്കെയാണ് ആക്ഷൻസ്? ഒന്ന്, പബ്ലിക് ഇൻട്രസ്റ്റിൽ ഏതൊരു ഡിസിഷനും അത് എന്തും ആയിക്കോട്ടെ ട്രിബ്യൂണലിന് പാസ് ചെയ്യാൻ പറ്റും എഗെയിൻസ്റ്റ് ദി കമ്പനി ആൻഡ് ദി പ്രൊമോട്ടേഴ്സ്. കമ്പനീനെ പൂട്ടിക്കാൻ സാധിക്കും ട്രിബ്യൂണലിൻ്റെ ഓർഡർ വഴി. കമ്പനിയുടെ മാനേജ്മെന്റ് സ്പെസിഫിക് അതോറിറ്റിക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ നിലവിലുള്ള മാനേജ്മെന്റിനെ നീക്കം ചെയ്യാനുള്ള പവറും ട്രിബ്യൂണലുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, അതിൻ്റെ ചാർട്ടർ ഡോക്യുമെന്റ്സ് സ്വമേധയാ അമെൻഡ് ചെയ്യാനുള്ള ഒരു പവർ കൂടി ട്രിബ്യൂണലിന് സെക്ഷൻ 7 കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 7 എന്താണ് പറയുന്നത് എന്ന് നോക്കാം. Subsection 7 says that without prejudice to the provisions of subsection 6, where a company has been got incorporated by furnishing any false or incorrect information or representation, or by suppressing any material fact or information in any of the documents or declaration filed or made for incorporating such company, or by any fraudulent action, tribunal may, if the situation so warrants, pass such orders. First one, pass such orders as it may think fit for regulation of the management of the company, including changes if any in its MOA and articles in public interest. Second one, direct that liability of members shall be unlimited. കമ്പനിക്കുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് ആണ് എന്ത്? ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അതിന് വേണ്ടിയാണ് ഒട്ടുമിക്കവരും കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. അവർക്ക് പേഴ്സണൽ ലയബിലിറ്റി എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആക്ഷൻ വന്നാൽ ട്രിബ്യൂണലിന് എന്തിനുള്ള പവർ ഉണ്ട്? ആ കമ്പനിയുടെ ലിമിറ്റഡ് ലയബിലിറ്റി അങ്ങ് മാറ്റി നിർത്തും. ഈ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊമോട്ടേഴ്സിനെയൊക്കെ എന്താക്കും? പേഴ്സണലി ലയബിൾ ആക്കാനുള്ള പവറും ട്രിബ്യൂണലിന് ഉണ്ട്. Third one, direct removal of name of the company from register of companies or pass an order for winding up of the company, and to pass such order as it may deem fit in public interest. ഇതെല്ലാം പാസ്സാക്കുമ്പോഴും എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി നാച്ചുറൽ ജസ്റ്റിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? കൺസേൺഡ് പാർട്ടീസിന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് നമ്മൾ എന്തായാലും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കിയത്. സെക്ഷൻ 7 ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കണം. സെക്ഷൻ 6 പ്രത്യേകിച്ചൊന്നും തന്നെയില്ല. ആക്ടിനായി സുപ്രീം അതോറിറ്റി എന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ആക്ടിന് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനേക്കാൾ, ഇല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ, ഇല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, ഇല്ലെങ്കിൽ കമ്പനി വലിയ റെസൊല്യൂഷൻ പാസ്സാക്കാണ്, അതിനകത്ത് ആ ആക്ടിനെ വയലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടാകത്തില്ല. ആക്ടിനായിരിക്കും സുപ്രീം പവർ എന്ന് നമ്മൾ പഠിച്ചു. thereafter നമ്മൾ സെക്ഷൻ 7 വന്നപ്പോൾ കണ്ടു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻകോർപ്പറേഷൻ്റെ ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു 7 ഡോക്യുമെന്റ്സിനെ പറ്റി പഠിച്ചു. ഡോക്യുമെന്റ്സ് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ് എന്ന ഡോക്യുമെന്റ്സ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കറസ്പോണ്ടൻസ് അഡ്രസ്സ് മാത്രം താൽക്കാലികമായി കൊടുത്താൽ മതി. thereafter നമ്മൾ പഠിച്ചു 447 സെക്ഷൻ, അതായത് ഫ്രോഡിനന്റ് ആക്ടിവിറ്റിക്കുള്ള പണിഷ്മെന്റ് എപ്പോഴാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്, അത് ലഭിക്കുകയാണെങ്കിൽ ആർക്കൊക്കെ ലഭിക്കും എന്നുള്ള കേസ് നമ്മൾ പഠിച്ചു. thereafter ഇൻ കേസ് ഓഫ് ഇനി ഫ്രോഡിനന്റ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ കമ്പനി ഫ്രോഡിനന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഫാൾസ് ഇൻഫോർമേഷൻ കൊടുത്താണ് ഇൻകോർപ്പറേഷൻ നടന്നത് എന്ന് ട്രിബ്യൂണലിന് മനസ്സിലാവുകയാണെങ്കിൽ ട്രിബ്യൂണലിന് എടുക്കാൻ കഴിയുന്ന കുറച്ച് ആക്ഷൻസ് നമ്മൾ പഠിച്ചു. വൈൻഡിങ് അപ്പും അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി നീക്കം ചെയ്ത് പേഴ്സണലി ലയബിൾ ആക്കാൻ സാധിക്കും എന്നുള്ള കേസും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മാറ്റാൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, മാനേജ്മെന്റിനെ മാറ്റാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു ഷോർട്ട് റിവിഷൻ നമ്മൾ നോക്കും. അതിനുശേഷം വി വിൽ മൂവ് ഫോർവേഡ് ടു സെക്ഷൻ 8. സെക്ഷൻ 8 എനിക്ക് തോന്നുന്നു സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസിനകത്ത് ഒരു മേജർ സെക്ഷൻ തന്നെയാണ്, മേജർ ടോപ്പിക് തന്നെയാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അൺടിൽ ദെൻ